പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ജൂനിയർ സയന്റിഫിക് ഓഫീസർ ആരോഗ്യ വകുപ്പിലേക്കുള്ള നിയമനമാണ്. ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. ഉടനെ തന്നെ PSCയുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ആക്റ്റീവ് ആവുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ തസ്തിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആർക്കൊക്കെ അപേക്ഷിക്കാം, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചു ചോദിച്ചാൽ നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനമാക്കി വരുന്ന പരീക്ഷകൾ, ഇതിനു മുന്നേ നടന്ന PSC പരീക്ഷകൾ ഉയർന്ന റാങ്കുകൾ ഉൾപ്പെടെ നേടിയ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഈ ജൂനിയർ സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വിശദാംശങ്ങളിലേക്ക്, ഈ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 422/2024 എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസംബറിലെ ഈ വർഷം വരുന്ന അവസാന നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അടുത്ത വർഷം തന്നെ ഈ പരീക്ഷ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2025 തന്നെ നോർമലി അങ്ങനെയാണ്. ഇപ്പോൾ ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം 2025 തന്നെ പരീക്ഷ ഉണ്ടാവും. അത് ഒരുപക്ഷെ നേരത്തെ വന്നെന്നും വരാം. അങ്ങനെ ഒരുപാട് അടുത്ത ഡിസംബർ ആവണമെന്നൊന്നുമില്ല. അടുത്ത ജൂണിലോ ജൂലൈയിലോ ഒക്കെ ഈ പരീക്ഷ വന്നേക്കാം എന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യുക. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, ഈ ഒരു ഒഴിവ് എന്നുള്ളത് ഓർക്കുക. നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ്. മുൻപ് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതി സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 51,400 മുതൽ 1,10,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലാണ് ഈ പറഞ്ഞ ജൂനിയർ സയന്റിഫിക് ഓഫീസറുടേതായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 6 വേക്കൻസികൾ നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു നമ്പർ തന്നെയാണ്. 6 വേക്കൻസി ഇത്തരം ഒരു പരീക്ഷകൾക്ക്, ഇത്തരം ഒരു പരീക്ഷയ്ക്ക് 6 വേക്കൻസി നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് ഇതിനേക്കാളും ഒക്കെ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ജനുവരി 1 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 38 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ 38 വയസ്സ് വരെയുള്ളവർക്ക്, ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാറ്റഗറിയിലാണ് ഞാൻ 38 വയസ്സ് പറഞ്ഞത്. OBC SC ST ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്തും പറയുന്നുണ്ട്. 2/1/1986 ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ചവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 38 വയസ്സ് വരെ. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. MSc മൈക്രോബയോളജി ഉള്ളവർക്ക്, PG ആണ് ബേസിക് ആയിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. MSc ഏതിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ? മൈക്രോബയോളജിയിലുള്ള MSc, അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയിലുള്ള MSc, അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള MSc. അപ്പൊ ഇതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതിയാകും. ഒന്നുകിൽ മൈക്രോബയോളജിയിലുള്ള PG, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷനിലുള്ള PG. ഇത് ഉള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ നിശ്ചിത യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മിസ്സാക്കരുതാത്ത ഒരു പോസ്റ്റാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നല്ല റാങ്ക് നേടി നല്ലൊരു സർക്കാർ ജോലിയിലേക്ക്, അതും ഇത്ര മനോഹരമായ ഒരു സാലറി സ്കെയിലുള്ള സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഈ നോട്ടിഫിക്കേഷനിൽ, അതായത് കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ സ്വീകരിച്ചിട്ടുള്ള ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. MSc അപ്ലൈഡ് മൈക്രോബയോളജി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അവര് MSc മൈക്രോബയോളജി ഇക്വലന്റ് ആണെന്ന് പറഞ്ഞ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി ഉള്ളവർക്കും അവരെ കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇതിൽ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു, എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇത് ആക്റ്റീവായാൽ ഉടനെ തന്നെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്യുക. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും കെയറും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് MCQവും അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിലോ കാണുന്ന ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു തസ്തികയാണ്. നന്നായിട്ട് പഠിക്കുക. നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് കയറാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.